എവിടെയാ സമ്മേളനം? എവിടുന്നാ വരുന്നേ? ഞാൻ സമ്മേളനമൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് വരുവാ. അതെ, എങ്ങടാ പോണെന്നാ വെച്ച്? എങ്ങോട്ടും പോണില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതന്നെ അമ്മാവ. എന്തേ? എന്താടാ പതിവില്ലാണ്ടേ? എന്താ കാര്യം? അല്ല, കുറച്ച് ദിവസം അമ്മാവിൻ്റെ ഒപ്പം ഇവിടെ തങ്ങാന്ന് വെച്ച്. സംഭവമൊക്കെ നല്ല കാര്യാ, പക്ഷെ ഈ തക്കിളിമോള് ഇവിടുന്ന് സ്കൂളിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അതൊന്നും നടക്കില്ലടാ. ഇല്ല, തക്കളി മോളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തേ? ഒന്നുമില്ല, വെറുതെ നമ്മളീ പറഞ്ഞില്ലേ, എപ്പോഴും ഈ കുടുംബമായിട്ട് ഇങ്ങനെ കൂടി നടക്കണ, വല്ലപ്പോഴും ഒരു മാറ്റം. ഒന്ന് പോകടാ, അവിടെ നടക്കണ്ടാ. കുടുംബവും കുട്ടികളൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം? അങ്ങനെ ഒരു ചിന്ത എനിക്ക് മാത്രം വന്നാൽ പോരല്ല അമ്മാവ, കൂടെ ജീവിക്കണവർക്ക് കൂടെ ആ ചിന്ത ഉണ്ടാവണ്ടേ. കുടുംബം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രശ്നമാക്കിയിട്ട് വന്നതാണ്. എന്താ ഇപ്പൊ ഇന്നത്തെ പ്രശ്നം? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല അമ്മാവ. എന്നെ ഇപ്പൊ ഒറ്റപ്പെടുത്തുക. അവിടെ എന്തുണ്ടായി? അത് ആങ്ങളെയും പെങ്ങളെയും കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുക. എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് പോയി പറയാൻ പല ആരുമില്ല. അത് നീ എപ്പോഴും പറയണതല്ലേ. അവര് ആങ്ങളും പെങ്ങളും ജനിച്ച മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ഗുണമല്ലാണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ എനിക്ക് എവിടെയെങ്കിലും കയറിപ്പോകാൻ ഒരു ഇടമുണ്ടെന്ന് പറഞ്ഞാൽ അമ്മാവനോടൊന്നും ഞാൻ ഇങ്ങോട്ട് വന്നേ. അയ്യേ, അതിനെന്താ, ഇവിടെ വരണുണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. എനിക്ക് വെള്ളം ചൂടാക്കി തരാനും കാല് പിടിച്ചു തരാനൊക്കെ ഒരാളുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഭയങ്കര പാടാണ് അമ്മാവ. ഇതൊക്കെ കുടുംബം അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നീ ആദ്യം വാ, ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്റെ മുണ്ടുണ്ട് അവിടെ എടുത്ത് കൊടുത്താം. മുണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കരുതി കൂട്ടിയിട്ടാണ്. വാ, ചായ കുടിക്കാം നമുക്ക്. നടക്കേ. അമ്മാവന്റെ കാര്യം ആലോചിക്കും, അമ്മാവൻ ഭാഗ്യവാനാ. ഒന്നും അറിയണ്ടല്ലോ. അതൊക്കെ കണക്ക് തോന്നും. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയും. ആര് പറഞ്ഞ അമ്മാവ? അമ്മാവ് ഒരു കുടുംബമായിട്ട് ജീവിച്ചു നോക്കണം. നീ നടക്കാതെ, നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാം. എന്തായാലും അമ്മാവൻ കല്യാണം കഴിക്കാത്ത തന്നെ നല്ലത്. നമ്മളെ പോലുള്ളവരൊക്കെ വന്ന് നിൽക്കാൻ ഒരു ഇടമുണ്ടല്ലോ. എന്താ മാമ ചായക്ക് ഒരു ചൊവ? ഇതെന്താ ഒരു ചൊവ ചായക്ക്? അടാ, അതിനിത് പാൽപ്പൊടിയാണിതേ. പൊടിച്ചായ ആയിരുന്നാ? എന്നാ പറയണ്ടേ മാവ? അല്ല പിന്നെ എനക്ക് പശുമ്പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയി നട അവിടെ. എന്ത് ചോദിച്ചാലും വാങ്ങി തരുമല്ലോ അവള്. അല്ല, ഞാൻ പൊടിച്ചായ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് കുടിച്ചാൽ കുഴപ്പമില്ല, അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഇത് നല്ല ചായ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, എനിക്ക് ആദ്യത്തെ ഒരു ഇതിൽ തോന്നിയതാ പെട്ടെന്ന്. നീ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ഇനിയും പറയുന്നില്ലല്ലോ. എന്താ അവിടെ കാരണം ഉണ്ടായി? എന്താ അമ്മാവ ഉണ്ടാവാന്? അങ്ങനെയൊന്നുമില്ല. എന്നും അവിടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. ഇപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ എന്തോ പറ്റാത്തത് നടന്നിട്ടുണ്ടോ? അതെന്താന്ന് വെച്ച് ഭർത്താവിനെ ഭർത്താവായിട്ട് കാണാൻ പഠിക്കണം അമ്മാവ പെണ്ണുങ്ങൾക്ക്. ആര് തങ്കോ? പിന്നെ ഇല്ല, പിന്നെ അവൾക്ക് എന്നെ പോലെ ഇഷ്ടം വേറെ ആരേനും ഇല്ല അവൾക്ക്. ഉവ്വ, ഉണ്ടായിരുന്ന അമ്മാവ, ഒരു സമയത്തുണ്ടായിരുന്ന അവൾക്ക് എന്നോട്. പക്ഷെ ഇപ്പൊ ഇല്ല. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, അവൾ ആങ്ങളെ ഉണ്ടല്ലോ അവൻ. അലവലാതി. നീ അങ്ങനെയൊന്നും പറയല്ലേ. അവര് ജനിച്ച മുതലേ അങ്ങനെ ഒരുമിച്ച് വളർന്നവരല്ലേ. ലോകത്ത് വേറെ ആർക്കും ഇല്ലല്ലോ ആങ്ങളെയും പെങ്ങളെ ഒന്നും. ഇന്നിപ്പോ എന്തുണ്ടായി അത് പറ. അമ്മാവ ഒന്നുമില്ല, ചെറിയ കാര്യം, നിസ്സാരമായിട്ട് തീർക്കാവുന്ന കാര്യമാണ്. എന്നാ പിന്നെ തീർത്തുവിടാറില്ല, എങ്കിലും കട്ടി കുത്തി എഴുതണോ? അല്ലേ, അതിനെ കുത്തി പൊക്കി അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറയും. തക്കളി മോളുടെ ഫീസ് ഒരു മാസത്തെ പെൻഡിങ് ആയി. അപ്പൊ ഞാൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ മതി. ഒരു രക്ഷയില്ല മോനെ, എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല. അതിനാണെങ്കിൽ നീ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല മാവ, പൈസയൊക്കെ ഉണ്ട്. അതെനിക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ എന്റെ പൈസ. അതും പറ്റില്ല. റോള് ഞാൻ പറഞ്ഞാൽ എന്റെ അടുത്ത് ഉണ്ടാവില്ല. എന്റെ അമ്മാവൻ, ഞാൻ അമ്മാവൻ അതിനല്ല വന്നത്. പൈസ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ വരുമായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി 5000 രൂപ ഫീസ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കഴുത്തിൽ കിടക്കണം അമ്മാലയും കിടക്ക്, ഞാൻ ഒന്ന് പണയം വെച്ചാൽ തക്കളി മോളുടെ ഫീസും അടച്ച് ബാക്കി കാശ് എൻ്റെ 1-2 അത്യാവശ്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ പൈസ 2 ദിവസത്തിനകത്ത് വരുമല്ലോ, അപ്പോഴേക്കും നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ അവൾ ഈ എടുത്തടിച്ച പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഈ മാല വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളെ കനകം സമ്മതിക്കണമെന്ന്. അപ്പൊ പിന്നെ ഞാനാരാ? അല്ല, ഈ മാല നീ വാങ്ങിക്കൊടുത്തതാ? മാല കനകം വാങ്ങിച്ചു കൊടുത്ത മാലയാ. അപ്പൊ പിന്നെ അവനോട് ചോദിക്കണ്ടായില്ല എന്താ തെറ്റ്? അമ്മാവാ, ഞാൻ പിന്നെ ആരമ്മാവ? അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അവളെ ചൂണ്ടിക്കാണിക്കണ എന്നെയാണോ? അവളുടെ കൊച്ചിന്റെ തന്ത എന്ന് പറഞ്ഞ് കാണിക്കണ എന്നെയാണോ? ആണല്ലോ. അപ്പൊ പിന്നെന്താ ഞാൻ ചോദിച്ചത് തരാൻ വയ്യാത്തെ? അപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എനിക്ക് വേണമെങ്കിൽ അവളുടെ ആങ്ങളയുടെ അനുവാദം വേണം പോലും.
പിന്നെ ഞാൻ എന്തിനാ വീട്ടിൽ നിൽക്കുന്നത്? എനിക്ക് അവിടെ എന്ത് വില? അല്ല അതിപ്പോ നമ്മുടെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അമ്മാവാ, അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ക്ലീറ്റോ, നമ്മൾ പട്ടിണിയാണെങ്കിൽ പട്ടിണി പോലെ, നമുക്ക് ഉടുക്കാനില്ലെങ്കിൽ ഉടുക്കാനില്ലാത്ത പോലെ. പക്ഷെ ഉണ്ടല്ലോ, അവളങ്ങ് മാറിപ്പോയ അമ്മാവാ. അതിനൊക്കെ ഇവൻ മനസ്സ് മാറ്റിയെടുത്തതാ. അവനൊരുത്തൻ. ആ കാരണത്തിനപ്പം നീ ഇറങ്ങിപ്പോന്ന്? അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ ആരാടി? അത് ഭർത്താവാ ആണല്ലോ. ഞാൻ നിന്റെ ഭർത്താവണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടെ നിൽക്കണം. അത് തൻ്റെ ഇടം. അങ്ങനെ വേണം ആണുങ്ങൾ അല്ലേ? അതെ. അപ്പോൾ അവൾ എൻ്റെ മുഖത്തൊക്കിട്ട് പറയണ്, അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയണതനുസരിച്ച്, എൻ്റെ ആങ്ങളെയും പറയണതനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. അങ്ങനെ പറയാൻ കൊള്ളാമോ? അങ്ങനെ അവള് പറഞ്ഞു. അങ്ങനെ പറയിപ്പിച്ചമ്മാവാ, അവൻ പറയിപ്പിച്ച്. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക്, എൻ്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത്തിരി എടുത്തിയാട്ടം കൂടുതലാ. അമ്മാവാ, ഇതിപ്പോൾ പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞാൽ പോരാ. ഒരു കിടക്ക് നോക്കി എൻ്റെ തങ്കം പാവാ. പക്ഷെ അവളെ പറഞ്ഞ് വഴി തെറ്റിച്ച് നശിപ്പിച്ചത് മുഴുവൻ ഇവൻ ഈ കനകൻ. അത് ശരിയാ നീ പറഞ്ഞത്. അത് 100% ശരിയാ. കാരണം എൻ്റെ കുട്ടിക്ക് ഫീസില്ല പറഞ്ഞ അവൻ കൊടുക്കും. അവള് കരഞ്ഞിട്ട് അരി മേടിക്കാൻ കാശില്ല പറഞ്ഞ അവൻ കൊടുക്കും. അന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കാശ് വേണം പറഞ്ഞ അവൻ കൊടുക്കും. അങ്ങനെ അവള് ചോദിക്കണതൊക്കെ കൊടുത്ത് സഹായിച്ചിട്ട് അവളെ വഷളാക്കിയത് അവൻ അങ്ങനെ തന്നെ വേണം. അവനെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവന്റെ കാര്യം നോക്കിന്നാ പോരെ. നിങ്ങളെ നോക്കേണ്ട ആവശ്യമുണ്ടോ അവനെ? നീ പോണ്ട. എത്ര കാലം അവര് നോക്കട്ടെ. ക്ലീറ്റോ ഇനി അങ്ങോട്ട് പോകുന്ന അമ്മാവൻ വിചാരിക്കണ്ട, ആരും വിചാരിക്കണ്ട. ഓക്കെ, ഭർത്താവായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ വന്ന് എന്റെ ഈ കാല് പിടിക്കണം. അതല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിലെ ഭാര്യ തോൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാല് പിടിച്ചെങ്കിൽ നീ പോയാ മതി. ഇനി ക്ലീറ്റോ തോട്ട് കൊടുക്കൂല. അമ്മാവാ, അമ്മാവോ, അമ്മാവാ, അമ്മാവാ. അമ്മാവാ ദേ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വരുമെന്ന്. ആര്? തങ്കം. അവനും ഉണ്ട്. അകലെ നീ അതെനിക്ക് അറിയടാ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതെനിക്കും അറിയാം. അതെ, നീ കാല് നീട്ടി വെച്ചിരുന്നോ? അവൾക്ക് കാലിൽ വീണ് കരയാൻ പാകത്തില്. നടക്കണ്ടേ? നടക്ക്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നെന്താ എല്ലാരും കൂടി ഇവിടെ? ഇന്ന് ലീവാണ്. അപ്പൊ ഇവള് പറഞ്ഞു നമുക്ക് അമ്മാവിന്റെ അടുത്തൊന്ന് പോവാം. ഈ തക്കളിക്കും ഭയങ്കര മോഹം. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോകുന്നു. ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ട് ആഘോഷിക്കാം. നമുക്ക് ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം. നമുക്ക് അമ്മാവനെ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? അങ്ങോട്ട് വരാൻ പാടില്ലേ? അവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അല്ല, ഞാൻ അങ്ങോട്ട് വരായിരുന്നതാ. അപ്പൊ 2 കടയിലേക്ക് കുറച്ച് കപ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പറിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. അമ്മാവാ, അതെ, എന്റെ കാലങ്ങട് മാറ്റി വെച്ചാൽ അവളെന്റെ കാല് പിടിക്കാൻ വന്നൊന്നല്ല. ഈ കപ്പ കാണുമ്പോഴേ എൻ്റെ അമ്മ ചെയ്തൊരു വിഡ്ഢിത്തരം ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛൻ എപ്പോൾ വരുമ്പോഴും അമ്മ ഇങ്ങനെ പല വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നാ എൻ്റെ അച്ഛനൊരു നിർബന്ധമുണ്ട്, ഏത് ഭക്ഷണത്തിന്റെ മുകളിലും ഈ പച്ച സവോള ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിങ്ങനെ മൂടി വെക്കണം. ഓർമ്മക്ക് ഒരു ദിവസം അമ്മ കപ്പയുടെ പുഴുങ്ങി. എന്നിട്ട് ആവി പറക്കണ കപ്പയുടെ മുകളിലെ ഒരു 3-4 സവോള എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിട്ട് അങ്ങോട്ട് മൂടി വെച്ചു. കപ്പയുടെ മുകളിലേ. എന്നിട്ട് അത് അടച്ചു വെച്ചുട്ടാ. അച്ഛനൊരു ഉച്ച കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ സന്തോഷത്തോടെ ഇത് കൊണ്ടു വെച്ചിട്ട് അങ്ങോട്ട് തുറന്നു. ഈ ചൂടാറിയ കപ്പയുടെ മുകളിൽ ഈ സവോള ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മണം എന്താവും? അമ്മനൊരു നോട്ടം നോക്കിയിട്ട് അളിയൻ ആ കപ്പ എടുത്തിട്ടോ. അല്ല മാവാ, ഇതിപ്പോ ഈ കപ്പ ഇങ്ങനെ പുഴുങ്ങിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കറി വേണ്ടേ? കറി എന്തെങ്കിലും വേണ്ടേന്ന്? ആ പൂവൻകോഴിയില്ലേ, അതിന് ആ നാട്ടൻ ചേവല, അതിനങ്ങോട്ട് ശരിയാക്കാം. ഹായ്, നിങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലൊക്കെ വളർത്തണേ. കപ്പയും കോഴിയും കോമ്പിനേഷനേ അല്ല. അമ്മാവാ, ആ കടയിൽ ഉണക്ക മീനുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. മീൻ മേടിച്ചാലോടാ? മീനൊന്നും വേണ്ട, ഇറച്ചി മീനൊന്നും വേണ്ട. വേണ്ടേ? നമുക്ക് നല്ല ചമ്മന്തി അറിയാം.
നല്ല കാന്താരി നിൽക്കണ്ടല്ലോ അങ്ങനെ കുറച്ചിട്ട് ഉള്ളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കഴിഞ്ഞാൽ അമ്മാവാ നമ്മുടെ താഴത്തെ പറമ്പിൽ പണ്ട് കപ്പയായിരുന്നില്ലേ? പിന്നെ പണ്ടല്ല ഒരു 4 കൊല്ലം മുമ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെക്കാറില്ല. ഞങ്ങളുടെ കുഞ്ഞിലേ ഇത് ഈ തൊട്ട് താഴെ കാണാനല്ല അതിന്റെ അപ്പുറത്തുള്ളത്. ഓർക്കണ്ട എന്നെ ഇവനെ കൂടി കപ്പ പറിക്കാൻ വിട്ടതാ അവിടെ. ഓ അത് മറക്കാൻ പറ്റും. ഇവിടെ ബോധം കെട്ട് കൊണ്ട് നീ നിലോട് ചോടി വന്നല്ലേ. ആടി കൊച്ചു ഇവളാണ് ഈ ചത്തനെ എന്നാ എന്റെ കൊച്ചെ. അമ്മാവനും അമ്മയും കൂടി ഞങ്ങൾ രണ്ടിനും കൂടി കപ്പ പറിക്കാൻ വിട്ടു. കുഞ്ഞാ ഞാനെന്നിട്ട് ആറില്ലാന്ന് തോന്നുന്നു നേരം. അങ്ങ് പോയി ഇവനെങ്ങനെയൊക്കെയോ മാന്തിപ്പറിച്ചൊക്കെ എടുത്ത് കപ്പ മാന്തിപ്പറിച്ച് അതിങ്ങനെ എടുത്ത് പുറത്തിട്ടിട്ട് നോക്കുമ്പോഴത്തേനും ഒരു പന്നിയലി. ചില സ്ഥലത്ത് അതിന് പെരിച്ചാഴി എന്ന് പറയും. പൊന്നു ഞാൻ ആദ്യമായിട്ട് കാണാ പേടിച്ച് വിറച്ച് ഞാൻ അവിടെ ബോധം കിട്ടുള്ളൂ. ഇവന് എന്താ സംഭവിച്ചെന്നും കൂടി ഞാൻ അറിഞ്ഞില്ല. അതൊരു കീരിയുടെ വലിപ്പമൊക്കെ കാണും. ഈ എലി വലുതായ പോലെ തന്നെ ഒരാവശ്യമില്ലാത്തടത്ത് വെറുതെ നുഴഞ്ഞു കയറി ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ തുരക്കും. തന്നെ അതിന്റെ പണി. അങ്ങനെ ഒരു വൃത്തി കെട്ട ജീവി. അന്ന് പേടിച്ച പേടി. അതൊന്നുമില്ല. പക്ഷെ അവരതിനെ ആദ്യമായിട്ട് കണ്ടപ്പോ പേടിച്ചു. ചെറിയ കുട്ടികളല്ലേ. ഈ പെരിച്ചാഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് പോകുമ്പോഴേ അവിടെ കള്ള് ഷാപ്പ് പോയ നല്ല കള്ള് മാത്രല്ല പല സൈസ് കറി കിട്ടു വന്ന്. ഇപ്പൊ അങ്ങനെയൊക്കെ വിറ്റാ പോലീസ് പിടിക്കും കേട്ടോ. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. തവള ഇറച്ചി, കീരി ഇറച്ചി, ആമ ഇറച്ചി, ആമ ഇറച്ചി. അതിന്റെ കൂട്ടത്തിലുണ്ട് നോക്കിയ കുഴിമുയൽ ഇറച്ചി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുഴിമുയൽ. ഞാൻ ഈ സാധനത്തിന് ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. കുഴിമുയൽ എന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും എഴുതിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വരട്ടെ പറഞ്ഞു. ഒരു കുപ്പി കള്ളൊക്കെ മേടിച്ചെടുത്ത് അടിച്ചു. തങ്കം ടേസ്റ്റ് ഉള്ള ഒരിറച്ചി ഞാൻ തിന്നിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു അല്ല മാഷേ ഈ കുഴിമുയൽ പറഞ്ഞ എന്താ? അതൊന്നുമല്ല. അത് നമ്മുടെ ഈ പാടത്തും പരമ്പത്തിൽ കൂടെ മാടത്തു കൂടെ ഒക്കെ നടക്കില്ലേ കപ്പ ഇതൊക്കെ പറിക്കണ സാധനം ഈ പെരിച്ചാഴി. അന്ന് നിർത്തി ഞാൻ ഷാപ്പിലെ കറി. പെരിച്ചാഴിയാടാ അതിന് അവിടെ കുഴിമുയലിന്ന്. പെരിച്ചാഴി മുളക് ചമ്മന്തി. അയ്യോ നീ ഇതെന്ത് പണി കാണിച്ച്? ആ മൂക്കാത്ത പച്ചമുളകൊക്കെ പിടിച്ചിട്ട് വന്നേക്കണ. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യലത്. ഞാനത് മൂക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നോക്കി വളർത്തിയിട്ട് ഒന്നാമത് കാന്താരി മുളകും പച്ചമുളകും തിരിച്ചറിയാത്തവനൊക്കെ ഈ പണിക്ക് നിൽക്കണം. ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറിയിട്ട് വന്നോളൂ തോരപ്പൻ. അമ്മാവാ നമുക്കിനി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടില് എവിടെയെങ്കിലും കൂടണം. അപ്പൊ ഞാൻ എപ്പോഴും പറയണല്ലേ നിങ്ങൾക്ക് ഒഴിവില്ലാത്ത ഒഴിവില്ലാത്ത ഞാനും ഇവളൊക്കെ എപ്പോഴും ഉണ്ടാവും. വേഗം കപ്പ പുഴുങ്ങാൻ നോക്കാത്. ഇല്ല ഞങ്ങൾ 3 പേരുണ്ടല്ലോ ഇവിടെ. അല്ല വേണമെങ്കിൽ റെഫറി വേറെ ആർക്കെങ്കിലും ആവാട്ടോ. ചുമ്മാ റെഫറി ഒന്നും വേണ്ട. ഈ കളിക്ക് റഫറി ഇല്ല. അതന്നെ. അപ്പം കളിന്ന് വെച്ചാ കണ്ണ് കെട്ടി കളിയാ. അപ്പൊ ഞാൻ കണ്ണ് കെട്ടിട്ട് കണ്ടീഷൻ അല്ലേ? ഞാൻ കണ്ണ് കെട്ടി കളി തന്നെ. എല്ലാവരും ആദ്യം ഒരു സ്പേസ് കണ്ടുപിടിച്ച് അവിടെ നിൽക്കണം. 3 ക്ലാപ്പ് ഉണ്ട്. ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ 3 പേരും അടിക്കണം. അപ്പൊ ആ ദിശയിലേക്ക് ഞാൻ വന്ന് കണ്ടുപിടിക്കും. ലാസ്റ്റ് കണ്ടുപിടിക്കാതിരിക്കുന്ന ആൾക്ക് 1 പോയിന്റ്. ശരി അവർക്ക് പോയിന്റ് ഉണ്ട്. തൊടാത്തവര് നീ പോയി പിടിച്ച അവിടെ പിന്നെ കണ്ടു കെട്ടും. അത് വരും. അങ്ങനെ മതി. ഞാൻ കെട്ടിത്തരാം. എനിക്കറിയാം. പുറകിന്ന് കേട്ട് അവള് കള്ളക്കുത്തി കാണിക്കും. ഇവിടെ ആളുടെ മോളാന്നറിയോ? കെട്ടിക്കും. വേദന വേദനയൊന്നുമില്ല. കെട്ടുവാണ് മുറിക്കോ? ഒരുപാട് മുറുക്കണ്ട. അത് അത് 12 കണ്ടൂടാ. റെഡി തിരിക്കട്ടെ. ഇതിങ്ങോട്ട് കണ്ടോണേ. എനിക്കൊന്നും കണ്ടൂടാ. മതി ഇനി ഇളകരുത്. ഞങ്ങള് മാറട്ടെ. അനങ്ങുന്നു തകളി മോളെ അനങ്ങുന്നുണ്ട്. സെക്കൻഡ് ക്ലാപ്പ്.
അത് ആദ്യം വേണം. അത് എനിക്ക് അയ്യേ, ഞാൻ കെട്ടിത്തരും. അല്ല അത് ആദ്യം മതി. അത് ആദ്യം മതി ഇല്ല കണ്ണു കാണിക്കാം കണ്ണടക്ക മാറ്റിക്കോളൂ പതുക്കെ കെട്ടിട്ടോ. നിക്ക് നിക്ക് നിക്ക്. അമ്മാവൻ ഭയങ്കര കള്ളക്കുറി. ഭയങ്കര കള്ള- ഇല്ല കാണൂല ഭയങ്കരമായിട്ട് ഇറങ്ങിക്കോ. അറിയാ മതി മതി. ശരിക്കും ഒരു കറുത്ത തുണി കൊണ്ട് ഇത് മറച്ചിട്ട് വേണമായിരുന്നു കേട്ടോ. ആ മതി മതി. ഞാൻ കറക്കാം. കണ്ണടയൊക്കെ കൊണ്ടാ. ഇനി കറക്കണോ? വേണ്ട, തല കറങ്ങും. നീ കറക്കണം ഞാൻ കറക്കാം. അതിൽ നിനക്ക് പോ പതുക്കെ ആ മതി ഒരു കാര്യം ചെയ്യ്. വെള്ളം കുടിക്കണം. എന്താ അമ്മ കാണിച്ചോണ്ടിരിക്കുന്നത്? അവിടെയാ വെള്ളം നിങ്ങളിപ്പോ വന്നിരിക്കുക. എടാ ഫാസിൽ വിളിച്ചോണ്ടിരിക്കണെന്ന്. കട്ടായി വിളിക്കാം. ഇത് ശരിയല്ല കേട്ടോ അത്. പാവം. ഹലോ ആ എന്തായി ഫാസിലെ കിട്ടുവോ? സാധനാടാ തുടങ്ങി അതനാടാ അത് കിട്ടിയല്ലേ? ഓ ആയിക്കോട്ടെ ശ്രീകുമാർ തിയേറ്റർ അല്ലേ? ആ ശരി ഇതേ ഞങ്ങളിത് വരികയാണ്. ആ ഒന്നുമില്ല, അമ്മാവന്റെ വീട്ടിലേ അമ്മാവനായിട്ട് കണ്ണെട്ടി കളിക്കുക. ആ ഓക്കെ ആ എന്നാ വെച്ചാൽ അവിടെ വേണം. അതെ ശ്രീകുമാർ തിയേറ്ററിലെ സിനിമ ഗംഭീര സിനിമയാണ്. 4 ടിക്കറ്റ് ഞാൻ ഫാസിലിനോട് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ. വേറെ പണിയൊന്നുമില്ലല്ലോ, പോവാം. 4 ആൾക്ക് എന്തിനാടാ? അതിന് അവൾക്ക് ടിക്കറ്റ് വേണ്ടല്ലോ. പിന്നെ കുട്ടിക്ക് ടിക്കറ്റ് വേണ്ടേ? വേണോ? നമുക്ക് 4 പേർക്കും കൂടിയുള്ള ടിക്കറ്റ് ആണ്. നമുക്ക് 4 ആൾ കൂടി പോവാ. വേഗം റെഡി ആയിക്കോ. സമയമില്ല. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് കുറേ. ഇപ്പൊ കാണാൻ പോണെന്ന് പറഞ്ഞ സിനിമ കൊള്ളൂല കേട്ടാ. ആ സിനിമയ്ക്ക് ഭയങ്കര മോശം അഭിപ്രായം. കണ്ടവരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഒട്ടും ആളില്ല. പാട്ടില്ല 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റേ മോഹൻലാലിന്റെ സിനിമ കാണാൻ പോവായിരുന്നു. അത് നല്ല അഭിപ്രായം. വെറുതെ 2 മണിക്കൂർ സമയം വെറുതെ കളയണോ? മറ്റന്നാളത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം.
ആ തങ്ക നീ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? അല്ല പാത്രം കഴുകി വെക്കണ്ടേ? പാത്രം കഴുകൽ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? സമയം വൈകൂലേ? ചീനി നടക്കൂലേടാ. ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ കാത്തിരിക്കാണെന്ന് അവര്. വാ വാ മതി, അതൊക്കെ വന്നിട്ട് മതി. വാ വാ വാ. എന്നാ വന്നിട്ട് ഞാൻ കൈ ഒന്ന് കഴുകിയേക്കട്ടെ. ആ, പിന്നെ അല്ല അമ്മാവാ, അമ്മാവാ. ഹൈ, ഒന്ന് വേഗം ഇറങ്ങുന്നേ, ടിക്കറ്റ് കൊടുക്കുപ്പോ. മാമ കൊള്ളാവോ? കൊള്ളാവോ? ഓ കലക്കി. താങ്ക് യു. വാ വാ വാ, നടക്ക് വേഗം. ഒരു മിനിറ്റ്. അയ്യോ എന്തിന്? ക്ലീറ്റസ് ഇല്ലേ ഇവിടെ? നടക്ക്. ഹലോ, ക്ലീറ്റസ് എവിടെ ഉണ്ടെന്ന്? ഇവിടെ തന്നെ. ക്ലീറ്റസിന്റെ ഭാര്യയും കുട്ടിയായിട്ട് സിനിമയ്ക്ക് പോവുക. എങ്ങനെ? എങ്ങനെ? അങ്ങനെ തന്നെ. അമ്മാവ ഇത് എങ്ങോട്ട് പോവാണ്? എടാ നീ ഇതല്ലല്ലോ പറഞ്ഞത്. എന്ത്? ആങ്ങളെയും മങ്ങളും കൂടി തന്നെ ഒതുക്കാൻ നിൽക്കുകയാണ്. ഇനി അവള് വന്ന് എന്റെ കാല് പിടിച്ചാലേ ഞാൻ ഇവിടുന്ന് പോളൂ. അതുവരെ അമ്മാവന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ട്. എന്റെ കർത്താവേ, കുടുംബം കലക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അമ്മാവ പറയുന്നത്? സന്തോഷമായിട്ട് ഒരു കഴിയുന്ന കുടുംബത്തിൽ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് അമ്മാവന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയൊന്നും നീ പറഞ്ഞില്ല. 8 മണി കഴിഞ്ഞ അമ്മാവന് കണ്ടു എന്ത് സിനിമ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങിക്കണേ. ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ട് കുറെ വയസ്സ് മുതുക്ക് സാധനങ്ങൾ. കുടുംബക്കാർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അതിന്റെ കൂടെ അങ്ങ് ഒട്ടിക്കോളും സിനിമയെന്നും പറഞ്ഞ്. നാളെ പോയി അകത്തങ്ങനെ ഇരിക്കും. എവിടെ പോണു? എവിടെ പോണു? സിനിമയ്ക്ക് പോണത്. നീ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വേണം? നമ്മളെല്ലാരും കൂടെ സിനിമയ്ക്ക് വേണം. ഞങ്ങളോട് വരാൻ പറ്റുമോ? ഞങ്ങളോട് വരാൻ പറ്റുമോ? ഭർത്താവിന് ഒരു ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ അല്ലേ സിനിമയ്ക്ക് പോകാൻ പറ്റൂ? നമ്മള് വഴക്കാണല്ലോ. ഞാനല്ല ക്ലീറ്റോ. ആരോടെ കൂടി? അവള് നിന്റെ കാല് പിടിക്കണമെന്നും കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞ. ഈ അമ്മാവന്റെ കാര്യം കുടുംബം കലക്കി അടങ്ങും നിങ്ങൾ. അപ്പൊ നിന്റെ പ്രശ്നമൊക്കെ തീർന്നപ്പോ? ആർക്ക് പ്രശ്നം? എന്ത് പ്രശ്നം? ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അളിയും വല്ല പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നം. നിനക്ക് പ്രശ്നമുണ്ടോ അടി? നിനക്കുണ്ടോ അടി? ഇത് പ്രശ്നം മുഴുവൻ അമ്മാവനെ വന്ന്. സിനിമയുടെ കഥ ഞാൻ നാളെ ഫോണിൽ വിളിച്ച് പറഞ്ഞുതരാം. സമയം പോയി. പ്രമാണം എടുത്ത് ഇറങ്ങി. Alien versus Alien.